സാബുമോൻ, താങ്കൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ കോളേജിൽ നിന്ന് ഒരു ചന്ദനമരം മോഷണം പോയി. താങ്കൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിന്? ചന്ദനമരം അടിച്ചു മാറ്റിയോ? അത് ശരിയാണ്. ഞാൻ അടിച്ചു ചെയ്യാത്ത പണി എന്താന്ന് ലിസ്റ്റ് ചെയ്യുന്ന നല്ലതെന്ന് തോന്നുന്നു അല്ലേ സാറേ? ഞാൻ അടിച്ചു മാറ്റിയല്ല. അല്ല, അത് കോളേജില് പിന്നെ എന്തോ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ കോളേജിൽ തന്നെ താമസിക്കും. ഞാൻ കുറെ കാലം കോളേജിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. പുറത്തോട്ട് പോകത്തല്ല, എപ്പം കൂടി അവിടെ തന്നെ. ഫുഡ് കുട്ടികളാണ് ആ യൂണിവേഴ്സിറ്റി കോളേജിൽ. ഫുഡ് ക്യാൻറ്റീനിലുണ്ട്. അപ്പൊ അത് അവിടെ തന്നെ കിടക്കും. പിന്നെ അവിടെ ഓഡിറ്റോറിയത്തിൽ തന്നെ കിടക്കും. ലുങ്കിയൊക്കെ അവിടെ തന്നെ ആയിരിക്കും. ഡ്രസ് കഴുകാനുള്ള സ്ഥലം, അല്ല, അതിന് തുണി കഴുകാനൊക്കെ പിന്നെ ഹോസ്റ്റലില് റൂമിൽ അവിടെ പോയി കഴുകാം. വേറെ ആൾക്കാർ റൂം എടുത്തിട്ടുണ്ടല്ലോ. അതെങ്ങനെ അറിയാം? എനിക്കറിയാം. അല്ല, നമ്മള് ഒരിക്കലും മുറി സ്വന്തമായിട്ട് എടുത്തിട്ട് കഴുകത്തൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ സാബുവിന്റെ പേര് മാറ്റേണ്ടി വരും. അല്ല, നമുക്ക് വേണ്ടി കുറച്ച് റൂംസ് അവിടെ അലോക്കേറ്റ് ചെയ്തിട്ട് റിസർവ്ഡ് ആണ്. അപ്പൊ കോളേജിലെ ഈ പറഞ്ഞ റിഹേഴ്സലും സാധനങ്ങളും നാടകം സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒക്കെ കാണും. അപ്പം അവിടെ തന്നെ കിടക്കും. അപ്പൊ അതിന്റെ ഗ്രീൻ റൂമിനകത്ത് അവിടെ ക്ലാസ് തുടങ്ങുമ്പോഴത്തേനൊക്കെ ഈ എണീക്കാൻ പറ്റുമോ? ക്ലാസ്സിനകത്തൊക്കെ കിടക്കും. അല്ലല്ലോ, ഓഡിറ്റോറിയത്തിനകത്ത്. അവിടെ കിടക്കും. ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ നിരന്ന് കിടക്കും. ഓക്കെ, നിരന്ന് കിടക്കും. അപ്പൊ പിന്നെ വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവും. സത്യം. ഒരു 10-40 എണ്ണം ഇങ്ങനെ നിരന്ന് കിടക്കുന്നു. കാഴ്ചയായിരിക്കും. ബാനറാണ് പുതയ്ക്കുന്നത്. ബാനറോ? അപ്പൊ ആ സമയത്ത് കോളേജിൽ രാത്രി ബാനർ പുതയ്ക്കും, പകല് കെട്ടും, അങ്ങനെയാണോ? ഇല്ല, ബാനർ എന്ന് പറഞ്ഞാല് ഈ കടക്കാരൊക്കെ കൊണ്ടുവന്ന് പരസ്യത്തിന് ബാനർ വലിച്ചു കിട്ടുമല്ലോ. നടന്നിട്ടുണ്ടോ കോളേജിലൊക്കെ? ഇല്ല. അതിലേ കേരളത്തിലെ ഒരു പ്രശസ്തമായ ജ്വല്ലറിയുടെ ബാനർ വരണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു നമ്മള്. കാരണം നല്ല ക്വാളിറ്റി, നല്ല നമ്മുടെ ഈ ഖാദി ബോഡിന്ന് കിട്ടുന്ന ഖാദി ബോഡിന്ന് കിട്ടുന്ന മറ്റേ പുതപ്പിന്റെ അത്രയും കട്ടിക്ക് അവരടിക്കുന്നത്. സ്ട്രോങ് സാധനം. ചിലപ്പോ അവർ അറിഞ്ഞുകൊണ്ടായിരിക്കും കാര്യം, ഇതെടുത്ത് പുതച്ചാലും കീറി പോരുന്നു. അതെ. അപ്പൊ കോളേജിൽ തന്നെ കിടക്കുന്നത്. അപ്പൊ അന്ന് എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇതുപോലെ എല്ലാരും കിടന്നു. അപ്പൊ രാത്രിയാകുമ്പോൾ നമ്മൾ ചില സമയത്ത് വലുതായിട്ട് പൈസ കാണില്ല. അപ്പൊ നമ്മുടെ ഫുഡ് കുറച്ച് ലിമിറ്റഡ് ആക്കും. അപ്പൊ ലിമിറ്റഡ് ആക്കിയാൽ ശരീരം ഇത് ആവശ്യപ്പെടൂല പിന്നെയും. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഇത് നമ്മൾ വട്ടിപ്പിരിവ് വല്ലതും ഉണ്ടോ? കളക്ഷൻ ഒന്നും ഇറങ്ങത്തില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തെങ്ങ് കയറാൻ അറിയുന്നവന്മാരുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റി കളനകത്ത് ഇഷ്ടംപോലെ തെങ്ങുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് കരിക്കുകൾ തയ്യാറാണ്. കേറ്റി കരിക്കൊക്കെ ഇട്ട് കുടിച്ച് അങ്ങനെ കിടന്നുറങ്ങി. അപ്പൊ രാത്രി ആയപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 1-2 പേരുടെ എന്തോ ശബ്ദം കേട്ട് എന്ന് പറഞ്ഞ്, അപ്പൊ നമ്മൾ ആഹാ എന്ന് പറഞ്ഞ് കോളേജിനകത്തെല്ലാം രാത്രി നടന്നതൊക്കെ തപ്പി. അപ്പൊ കുറെ മരച്ചില്ലയൊക്കെ കിടന്നു. അതൊക്കെ മാറ്റിയൊക്കെ നോക്കി. ആരെയും കണ്ടില്ല, തിരിച്ചുപോയി കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് വന്ന് നോക്കിയപ്പോൾ വൻ ബഹളം. സംഭവം യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുമ്പിൽ നിന്നൊരു ചന്ദനമരം ആരോ വെട്ടിക്കൊണ്ടുപോയി, അടിച്ചോണ്ടുപോയി. ഈ ചന്ദനമരത്തിന്റെ ചില്ലയാണ് പൊക്കിയിട്ട് ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയ രാത്രി ചെന്ന്. അവരാ മെയിൻ തടിയല്ലേ എടുക്കൂ, ഇലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട്. അത് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു ഇതൊരു ചന്ദനമരമാണെന്നൊന്നും. സാധാ മരമായിരുന്നു. കട്ട് ചെയ്തോണ്ട് പോയി. നിങ്ങളെ പിടിച്ചോ? പോലീസ് പിടിച്ചോ? അല്ല, പോലീസ് പിടിച്ചില്ല. നമ്മളവിടെ ഉണ്ടായിരുന്നോണ്ട് നമ്മളെ വിളിപ്പിച്ച്. അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫിംഗർ പ്രിന്റ് കാണുന്നത്. അവസരം കിട്ടി. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം. പോലീസുകാർ വരട്ടിയോ? ഇല്ല, അവർക്ക് നമ്മളെ അറിയാം. കോളേജിലുള്ള നമ്മളെ കണ്ട ഒരു മോഷ്ടാവ് ലുക്കൊന്നും അല്ലല്ലോ. അതുപോലെ സ്ഥിരമായിട്ട് ആ സെക്രട്ടേറിയറ്റ് കയറ്റി ചെന്നിട്ട് അലമുന്നല്ലേ. അപ്പം എല്ലാവർക്കും അറിയാം. സോഡാ കുപ്പി എറിഞ്ഞത് അല്ല, വേറെ പല വിക്രികളുണ്ട്. സ്ഥിരമായി കാണുന്നതുകൊണ്ട് അവർക്ക് അറിയാം. അപ്പൊ നമ്മളങ്ങനെ പോലീസുകാർക്കെല്ലാം പരിചിത മുഖമല്ലേ. ഞാൻ മാത്രമല്ല, നമ്മുടെ ഗ്യാങ്ങും. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ പരിപാടി ഒപ്പിക്കില്ല എന്നറിയാം. അപ്പൊ അന്നാണ് ഈ ഫിംഗർ പ്രിന്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ. അപ്പൊ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഇങ്ങനെ അങ്ങ് വെക്കാം. അല്ല, ഭൂമി പതിച്ചെടുക്കുന്നു. ഇത്രയും വലിയ കോളത്തിലേക്ക് ഈ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ എടുക്കും. അപ്പം അതിലൊരു ഡൈ ഒക്കെ തേച്ചിട്ട് അവർ എന്നെ കൈ പിടിച്ച് ഇങ്ങനെ ആകുമ്പോ നമുക്ക് കൗതുകം. അപ്പൊ നമ്മള് സാറിന് സാറേ എന്റെ എടു സാറേ അടുത്തത് എന്ന് പറഞ്ഞ പോലീസുകാരെ പറയാണ്. ആദ്യമായിട്ടാണ് ഒരു ടീം വന്ന് നിൽക്കുന്നത്. സാധാരണ ഇത് ചോദിച്ച അവന്മാര് ഞങ്ങൾ വിരല് പിടിച്ച് ബലമായിട്ടൊക്കെയാണ് ഇത് എടുക്കുന്നത്. ഇവിടെ ക്യൂ നിൽക്കുന്ന എല്ലാ എണ്ണം കൂടെ. നമുക്കൊരു രസം. എന്തായാലും ചന്ദനവരെ ഇന്നുവരെ കിട്ടിയിട്ടില്ല, പിടിച്ചിട്ടില്ല. സിനിമയിലൊക്കെ പോയിട്ടും ഈ ചവിട്ട് കൊള്ളാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്താറില്ലെന്ന് പറഞ്ഞു. ഈ അയ്യപ്പനും കോച്ചും സിനിമയില് ബിജുമേന്റെ ചവിട്ട് കിട്ടിയോ? അല്ല, എന്തൊരു ആവേശം മുഖത്ത് ചവിട്ട് കിട്ടിയോന്ന് ചോദിച്ചപ്പോ അല്ലേ? അല്ല, അതിലെ ഒരു സുപ്രധാന സീനാണ് ആ സിനിമയിലെ. കുട്ടമണി എന്നല്ലേ കുട്ടമണി ക്യാരക്ടർ. ഞാൻ ആ ഷൂട്ട് പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ ദുബായ് നിൽക്കുകയാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അത് പിന്നെ ആനക്കട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നമ്മുടെ അട്ടപ്പാടിയുടെ അറ്റത്തുള്ള ബോർഡർ. അവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. എറണാകുളത്ത് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പോകുന്നതിനേക്കാളിലും എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഈ ആനക്കട്ടിക്ക് പോവാം കാട്ടിനകത്തൂടെ.
നല്ല റോഡുകളും. ഞാൻ കോയമ്പത്തൂർക്ക് ഇറങ്ങി. ടിക്കറ്റ് എടുത്തു. ആ. ടിക്കറ്റ് എടുത്തപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ അടുത്ത് പറഞ്ഞു കാറുമായിട്ട് വന്ന് റൂം എടുത്തിട്ട് ഞാൻ രാവിലെ ഇറങ്ങിയിട്ട് ഫ്രഷ് ആയി നമുക്ക് നേരെ ലൊക്കേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ 5 മണിക്കാണ് ലാൻഡിങ് ടൈം. ആ ഈ 5 മണിക്കുള്ള ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ 7:30 മണിയായി. ആ അപ്പോൾ ഫസ്റ്റ് ഷോട്ട് ഞാനും പൃഥ്വിരാജും ബിജു മേനോനും ഉണ്ട്. ഞങ്ങൾ 3 പേരുടെ ഉള്ള സീനാണ്. അപ്പോൾ അവർ രാവിലെ അവിടെ അപ്പോൾ 7 മണിയൊക്കെ ആയപ്പോഴും അവർ സച്ചിയേട്ടനെല്ലാം വന്ന് റെഡിയായിരിക്കുകയാണ്. എൻ്റെ ഫ്ലൈറ്റ് ഇറങ്ങിയത് 7:30. ഞാൻ റെഡിയായൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഏതാണ്ട് 9:30-10 മണി അടുത്തായി. അപ്പോൾ ഇവരവിടെ വെയിറ്റിംഗ് ആണ്, വേറെ എടുക്കാനൊന്നുമില്ല, ആ വലിയ സീക്വൻസ് എടുത്ത് തീർക്കണം. അപ്പോൾ ഈ 2 പേരും രാവിലെ വന്ന് അപ്പം ക്യാരവനിലൊന്നും ഇരിക്കുന്നില്ല, കാരണം ഇവര് ആ സെറ്റിന്റെ ബെഞ്ചിൽ തന്നെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. ആ വന്നല്ലോ സാറ് എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. പൃഥ്വിരാജോ? ബീച്ചുവേട്ടനും ഉണ്ട്. അപ്പൊ തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പൊ ഫസ്റ്റ് സീൻ ഇതാണ്. നടന്നു വരുന്നു, ഇങ്ങനെ ചവിട്ടണം. അപ്പോൾ പ്രൊഫൈൽ ഷോട്ടാണ്, സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം ആദ്യം ബീച്ചുവേട്ടൻ ഇങ്ങനെ ചവിട്ടുന്ന പോലെ കാണിച്ചപ്പം ഈ പറഞ്ഞ് സാർ അത് ടച്ച് ആകണം, അത് സ്റ്റണ്ട് മാസ്റ്റർ എന്നാലേ അതൊരു രസമുള്ളൂ, കാര്യം സൈഡിലല്ലേ ക്യാമറ വെച്ചിരിക്കുന്നത്, അറിയാൻ പറ്റും പവർ ഇല്ല എന്നുള്ളത്. ഒന്ന് ടച്ച് ആകണം. അപ്പൊ ഞാൻ ബാക്കിലോട്ട് മാറിയാ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബീച്ചേട്ടാ ചെയ്യൂ, ഒരു ചവിട്ടല്ലേ മാസ്റ്റർ, ഒരു ചവിട്ടല്ലേ, ഒരേ ഒരു കിക്ക് മാസ്റ്റർ, ഞാൻ നിങ്ങൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെന്ന് നിന്നുകൊടുത്ത് ബീച്ചേട്ടൻ ചവിട്ടി, ഞാൻ ചവിട്ടുകൊണ്ട് പിറകോട്ട് പോയി. എനിക്ക് തന്ന ചെരുപ്പ് ഇത്തിരി പൊക്കമുള്ളതാണ്, സൈസ് ചെറുതാണ്. അപ്പൊ എന്റെ ഉപ്പൂറ്റി കുറച്ച് വെളിയിലാണ്. എന്റെ ബാലൻസ് പോയിട്ട് ഞാൻ നടുവും തല്ലി തറ വീണു. നല്ല വീഴ്ചയായിരുന്നു, പക്ഷെ ഷോട്ട് ഓക്കെ ആയി. ഷോട്ട് സൂപ്പറാണ്. ആ സിനിമയിൽ വീണല്ലോ, വീഴുന്ന വേണ്ട, നമുക്ക് ആ ചവിട്ടി തെറിക്കുന്ന മാത്രം മതി. ചവിട്ടുകൊണ്ട് ഞാൻ തെറിച്ചു വീണു. അത്യാവശ്യം നല്ല ഇഞ്ചുറി വന്നു. അപ്പം എടുത്തെല്ലാം തടവി എല്ലാം റെഡിയാക്കി പറഞ്ഞു കുഴപ്പമില്ല, ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്ന് ഇരുന്നപ്പോ പൃഥ്വി പറയണേ, ഞാൻ മോണിറ്റർ എടുത്തിട്ട് അതൊന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്തിട്ട് ബീച്ചേട്ടന്റെ ലിപ്പ് നോക്ക്, വെയിറ്റ് ചെയ്യിക്കല്ലടാ പട്ടി എന്ന് ലിപ്പ് കിടപ്പുണ്ടെന്ന് ചീത്ത വിളിച്ചുകൊണ്ടാണ് ആ ചവിട്ട് മനഃപൂർവ്വം ചവിട്ടിയാണെന്ന്. അത് ചുമ്മാ, കാരണം അവർ ഇത്രയും മണിക്കൂർ അവര് 2 പ്രമുഖ ആർട്ടിസ്റ്റുകൾ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ അങ്ങനെ വൈരാഗ്യം ഒന്നും കാണിക്കുന്ന ആളല്ല അവർ രണ്ടുപേരും. അത് കുഴപ്പമില്ല, മാത്രമല്ല നമ്മളിനി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറയും വേണം, സിനിമയിലാണ് കാര്യം. വരുന്ന കോടാലി പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അല്ല ചവിട്ടിക്കെന്ന് പറഞ്ഞ ഈ ബീച്ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ വൈരാഗ്യ ബുദ്ധി ഉള്ളതാണ്. ആണോ? അടുത്ത പടത്തിൽ കിട്ടപ്പോ ചിലപ്പോ മനഃപൂർവ്വം ചവിട്ടും. ഇപ്പൊ പറഞ്ഞിട്ട് പോയാലേ അടുത്ത തവണ കാണാൻ പറ്റും. അവൻ ഭയങ്കര ഒറിജിനാലിറ്റിയുടെ ആളാണ്. ഞാൻ അന്ന് ചവിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ചവിട്ടും. ഓക്കെ, നമുക്ക് ഇനി വേറൊരു കാര്യം, ഈ തരികിട എന്നുള്ള പ്രോഗ്രാം സാബു ചെയ്യുമ്പോഴേ കുറേ ആളുകൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ പ്രോഗ്രാം അത് സ്വാഭാവികമാണ്, കാര്യം നമ്മൾ പ്രാങ്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചിലക്ക് മാനക്കേടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു അമ്മ സാബുവിനെ വല്ലാണ്ട് വേദനിപ്പിച്ചെന്ന് സാബു ചില ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജീവിതത്തിന് സാറേ ചില ആൾക്കാർ വിചാരിക്കുന്നറിയോ ഇങ്ങനെയുള്ള മനുഷ്യവികാരങ്ങളൊന്നും സാബുവിനില്ലെന്ന്. അല്ല അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഈ പ്രോഗ്രാമിന്റെ ഭാഗം അല്ലാത്ത ഭാഗം ചില സമയത്ത് ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യും. ചില ഇൻസിഡന്റ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ സമയത്ത് ചിലപ്പോൾ നമ്മൾ അറിയില്ല ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളത് ചിലപ്പം അറിയില്ല. അതിൽപ്പെട്ട ഒന്നാണ് ഈ സംഭവം. ഞാൻ ഇത് വേറെ കുറെ ഇന്റർവ്യൂസിലൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ശംഖുമുഖത്ത് വെച്ചിട്ട് ഒരു പ്രാങ്ക് ചെയ്തു. അപ്പൊ ആ പ്രാങ്ക് എന്ന് പറയുന്നത് മാല കളഞ്ഞു പോയിട്ട്, സ്വർണ്ണമാല കളഞ്ഞു പോയിട്ട് തപ്പിക്കൊണ്ട് നിൽക്കുന്ന ഒരാള് എന്നുള്ളതാണ്. അപ്പൊ അതിലെ വരുന്ന കുട്ടികളുടെ ഇടയിൽ നിന്ന് അപ്പൊ ടൂറിന് എന്തോ വന്ന് കുറെ സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവരിൽ 1-2 കുട്ടികളുടെ മോനോടാ ഒന്ന് നോക്കടാ എന്നൊക്കെ പറയും. ഞാനല്ല ചെയ്യുന്നത്, വേറെ ആർട്ടിസ്റ്റാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ കുട്ടികളെ കൊണ്ട് അവരും കൂടെ നിന്ന് ഈ മാല തെരഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നീ എടുത്താടാ എന്ന് ചോദിച്ച് അവൻ ഈ മാല എടുത്തു എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അവനെ അങ്ങനത്തെ ഒരു സാധനം. പക്ഷെ അതിന്റെ എൻഡില് ഈ പറഞ്ഞ പോലെ ടീച്ചർമാരൊക്കെ വന്നു. അപ്പൊ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇല്ല ടീച്ചർ ഞാൻ എടുത്തിട്ടില്ല, അപ്പൊ നമ്മള് പോക്കറ്റ് കപ്പി നോക്കണം എന്നൊക്കെ പറഞ്ഞ അവൻ കള്ളനാണ് എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്യാണ്. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ പ്രോഗ്രാം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയല്ല വളരെ സന്തോഷത്തോടെ വിരിഞ്ഞു. അപ്പൊ നമുക്കും ഉക്കരം കണ്ടന്റ് ആയിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞു തിരിച്ചു പോകണ അപ്പം ഭയങ്കര രസമായിട്ട് ഒക്കെ പറഞ്ഞു പോയി. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ടെലികാസ്റ്റിന് ശേഷം നമുക്കൊരു എഴുത്ത് വന്നു. അമ്മയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ സ്ഥിരം പ്രേക്ഷകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ അമ്മ കത്തിൽ എഴുതിയിരിക്കുന്നത് മനുഷ്യരുടെ
സാമൂഹിക ജീവിതത്തിലെ ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഈ കളവ് ആരോപിക്കൽ. മോഷ്ടാവ് എന്നുള്ളൊരു ആരോപണം ചെയ്യാതെ നേരിടേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് അവരൊരു ഗംഭീരമായ എഴുത്തെഴുതി പറഞ്ഞ് ഒരിക്കലും അത് ഈ പയ്യൻസിന്റെ അമ്മയാണോ? ഒരു പ്രേക്ഷക ഒരമ്മ എന്റെ പേര് ഇന്നതാണ്, എനിക്ക് ഇത്ര വയസ്സുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ പേരിന്റെ കൂടെ എന്തോ ചോദിച്ചോ മറ്റേ ചോദ്യം ഒന്ന് നന്നായി കൂടെ അവര് വളരെ ഇതായിട്ടാണ് എഴുതിയിരുന്നത്. ശരിക്കും അത് വായിച്ചിട്ട് ആകെ ദ ഹോൾ ക്രൂ മൂഡ് ഓഫ് ആയി എന്നുള്ളത്. പക്ഷെ നമ്മൾ അതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രാങ്കുകൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. അത് നമുക്ക് ഭയങ്കര ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ ഓരോ പ്രാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഈ പ്രാങ്ക് ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മുടിനാരിഴയുടെ വ്യത്യാസമേ ഉള്ളൂ ടോർച്ചറും ഫണ്ണും ഇടയിൽ. എപ്പോഴാണ് ഈ പോയിന്റിന്റെ അപ്പുറത്ത് ഇത് ടോർച്ചറാണ്, ആ പോയിന്റിന് മുമ്പ് വെച്ചത് സ്റ്റോപ്പ് ചെയ്താൽ ഇത് ഫണ്ണാണ്. അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായി സാബു ഈ തരികയുടെ എപ്പിസോഡുകൾ കുറച്ച് ചെയ്തു കഴിഞ്ഞപ്പോഴേ ആദ്യമൊക്കെ ആൾക്കാർക്ക് ഇതെന്ത് പരിപാടി എന്നൊക്കെ ആൾക്കാർ ചീത്ത വിളിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പൊരുത്തപ്പെടാൻ തുടങ്ങി. പിന്നെ ഇത് കണ്ടില്ലെങ്കിൽ ഉറക്കം വരാതായി. അപ്പൊ ഇതൊരു ശീലമായി. അത്യാവശ്യം പിന്നെ സാബു ലൈസൻസ് ആയി. ഇതിനിടയ്ക്ക് സാബു ഒരു ആത്മഹത്യക്ക് എന്തോ ശ്രമിച്ചിട്ട് ആരാണ്ട് ഉപദേശിച്ചോ? അങ്ങനെ വല്ലതും ശ്രമിച്ചായിരുന്നു? വൈഫ് വീട്ടിൽ കേട്ടപ്പോ ഞെട്ടി കാണും മിക്കവാറും. ഞാനോ? അല്ല അങ്ങനെയാണ് ഉണ്ടായോ? ഇല്ല പ്രാങ്ക് ചെയ്താണോ? അപ്പൊ അല്ല ആത്മഹത്യ മാത്രല്ല സാബു ഒന്നും ചെയ്യത്തില്ല. സാബു ഒരു മരത്തെ അഥവാ എന്തെങ്കിലും കെട്ടിയാൽ ആ മരം ഒടിഞ്ഞ് താഴെ പോരും. അല്ല അത് ഞാൻ പറയും കേട്ടോ, ഞാൻ ആത്മഹത്യ ചെയ്തെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് വരികയാണെങ്കിൽ എങ്ങനെയാലും CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. കാര്യം എന്നെ ആരാ അടിച്ചു ഒന്ന് കെട്ടി തൂക്കിയാണ്. ഉറപ്പാണെന്നുള്ളത് അല്ലേ? അല്ലാതെ അങ്ങനെയുള്ളൊരു അവസ്ഥ വരത്തില്ല. അങ്ങനെ മാത്രല്ല സാബു നൽകുന്ന ഒരു കരുത്തുണ്ടല്ലോ പ്രേക്ഷകർക്ക്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഈ നാട്ടിലുണ്ടല്ലോ. ഈ പ്രശ്നത്തിന് പരിഹാരം ലൈഫ് തന്നെ മുറിച്ച് കളയാൻ ഒരു കാര്യമില്ല. ഇങ്ങനെ കിടക്കല്ലേ ലോകം. എന്റെ തലച്ചോറിന്റെ 7 അയലത്ത് പോലും അങ്ങനെ ഒരു ചിന്ത വരില്ല എന്നുള്ളതാണ്. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ CBI വരണം ഉറപ്പായിട്ടും. ഒരു കൊലപാതകം, റിയൽ മർഡർ, പിന്നെ അത് ഞാനൊരു കത്തൊക്കെ എഴുതി കൈ പിടിച്ചിട്ട് ഈ പ്രാങ്ക് ഷോയില് ഒരു പാലത്തിൽ നിന്ന് ചാടാൻ വേണ്ടി നിൽക്കുന്നതായിട്ടാണ്. അപ്പോ പ്രാങ്കാണ് നമ്മുടെ ഷോ. വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ക്യാമറ എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ അപ്പൊ വലിയ വണ്ടി കൊണ്ടുവന്നിട്ട് അത് സൈഡൊക്കെ മറച്ച് അതിനകത്താണ് ക്യാമറ വെച്ചിട്ട് ക്രൂ എല്ലാം അതിനകത്തായിരിക്കും. എന്നിട്ട് നമ്മളെയാണ് ഇറക്കി വിടുന്നത്. അപ്പൊ ആ പോകുന്ന അപ്പൂപ്പനല്ല, ഒരു മധ്യവയസ്കൻ, പുള്ളിയോട് ഞാൻ വെറുതെ ഇതെന്താഴം വരും എന്നൊക്കെ പറഞ്ഞ് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വീണ എവിടെ പൊങ്ങും എന്നൊക്കെ ചോദിക്കും. അപ്പൊ പുള്ളിക്ക് അപ്പൊ എന്തോ ഒരു ഡൗട്ട് അടി. അങ്ങനെ പുള്ളി ഇങ്ങനെ നിന്നൊക്കെ സംസാരിച്ചിട്ട് ഒരു എഴുത്ത് കൈ കൊടുക്കും. എന്നിട്ട് പറയും ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞ ആളുകളൊക്കെ അന്വേഷിച്ചൊക്കെ വരുമ്പോ ഇതങ്ങ് കൊടുത്തേക്കണം എന്ന് ചോദിക്കും. അപ്പൊ പുള്ളി എന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. പുള്ളി എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ പുള്ളി എന്നോട് പുള്ളിയുടെ ജീവിതകഥ പറയാണ്. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ നാട് വിട്ട് ബോംബെ പോയി ജോലി കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ജീവിതത്തിന്റെ വളർച്ച, എന്നിട്ട് അയാൾ മക്കളെ വളർത്തിയത്, പഠിപ്പിച്ചത് ഒക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ, ജീവിതത്തിൽ നീ ചെറുപ്പക്കാരനാണ്, നീ തകർന്നു വരുന്ന ഒരു അസാധ്യമായ ഒരു കൗൺസിലിംഗ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി. എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം സെൻഡ് ആയിപ്പോയെന്ന്. കാര്യം നമ്മൾ മനസ്സിനകത്ത് എനിക്കിത് പ്രാങ്കാണെന്ന് കളിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതാണ് എന്റെ മനസ്സിൽ. പക്ഷെ അപ്പുറത്തൊന്ന് ഭയങ്കര ജെനുവിനായിട്ട്, സത്യം പറഞ്ഞ ക്രൂവിലുണ്ടായിരുന്ന ക്യാമറമാനൊക്കെ കണ്ണു നിറഞ്ഞ് കരച്ചിൽ അകത്ത്. കാരണം ഈ മനുഷ്യനോട് നമ്മൾ ഇനി ഇത് എങ്ങനെ പ്രാങ്കാണെന്ന് പറയും. കാര്യം അയാൾ അത്രയും മനോഹരമായിട്ട് ജീവിതത്തിനെ വർണ്ണിച്ചു തരാണ് എനിക്ക്. മനസ്സിലായോ? അത് ശരിക്കും ഭയങ്കര ഇമോഷണൽ സീനാണ്. അഥവാ എനിക്കിത് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിക്കണം, ഈ മനുഷ്യനോട് ഞാനിത് എങ്ങനെ പറയും, ഞാൻ സ്റ്റക്കായി പോയി ശരിക്കും പറഞ്ഞ. അവസാനം പ്രൊഡ്യൂസർ എല്ലാം കൂടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. കാരണം പുള്ളിയോട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു, ഇതൊരു പറ്റിക്കൽ പരിപാടിയാണ്, തരികിട, അങ്ങനെയാണ് അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ക്രൂ എല്ലാം കൂടി വന്നിട്ട് നമ്മൾ പുള്ളിയായിട്ട് സംസാരിച്ചു. അപ്പോഴും പുള്ളി വളരെ ഗൗരവമായിട്ടാണ് പറയുന്നത്. തരികിടയ്ക്ക് ശേഷമേ എനിക്കൊന്ന് സാബു ചെയ്ത പ്രോഗ്രാമിന്റെ പേരിലാന്ന് തോന്നുന്നു സാബുവിന് വേറെ ഇമേജ് കിട്ടി. എന്തും ചെയ്യും സുകുമാരൻ. എന്താ സുകുമാരൻ ചെയ്യാത്തെന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. അങ്ങനെയൊക്കെയുള്ള പേര് ഞാൻ പ്രകോപിപ്പിക്കുന്ന പേരാ. അല്ല, എന്തും ചെയ്യും സുകുമാരൻ ആക്ച്വലി കിഡ്സിനുള്ള സാധനം, കൊച്ചു കുട്ടികൾക്കുള്ള
ഷോ ആയിരുന്നു. അത് സാറുള്ള സമയത്ത് തന്നെയാണ് ഞാൻ സാറിന്റെ കീഴിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്റെ തലയിലോട്ട് അല്ലല്ല, അതിന്റെ കോൺസെപ്റ്റ് ഇതാണ്. ഇപ്പൊ സൂപ്പർമാൻ നമ്മുടെ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചാൽ എന്തൊക്കെയായിരിക്കും ഒപ്പിച്ചു വെക്കുന്നത്, കോസ്റ്റ്യൂം എങ്ങനെയാണ്. കാരണം സൂപ്പർമാൻ വലിയ കെട്ടിടത്തിന്റെ ഇടയിൽ കൂടെ പറക്കുന്നതിന് ഈ സംഭവം അമേരിക്കയിലുണ്ട്. ഇവിടെ സാറേ സൂപ്പർമാൻ പറക്കണ തെങ്ങിന്റെ ഇടയിൽ കൂടെ പറക്കാൻ പറ്റൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഇതായിരുന്നു ആ ഷോയുടെ കോൺസെപ്റ്റ്. അവിടെ വലിയ ആലോചനയൊക്കെ അടക്കം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സാബുവാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോഴേ അവിടെ ഒരു അസിസ്റ്റന്റ് പയ്യൻ പറയുന്നുണ്ടായിരുന്നു, പുള്ളി വേണമെങ്കിൽ ഒരു തെങ്ങിന്ന് അടുത്ത തെങ്ങിലേക്ക് എടുത്ത് ചാടും. നമുക്ക് അങ്ങനെ ഇതിലൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാം എന്ന് വെച്ചാൽ മനുഷ്യസാധ്യമല്ലാത്ത കാര്യം അവിടെ ആലോചിച്ച് വെക്കുന്നത്. സാബുവാണ് എന്തും ചെയ്യും. ടെലിവിഷൻ എന്താ വേണ്ടത്? ടെലിവിഷൻ പുതുമയാണ് വേണ്ടത്. നിലവിലുള്ള എടുത്തിയാടി മൂക്കൊടയണോ? നിലവിലുള്ള സങ്കേതങ്ങളെ തകർത്തിട്ട് വേണം പുതിയത് കൊണ്ടുവരണം. അതെന്തായാലും സൂപ്പർ കാര്യം. അപ്പോ ഒരു കണക്കെടുപ്പിന് സമയമായോ? എന്തിന്റെ കണക്കെടുപ്പ് സാറേ? ഈയിടെ എവിടെയോ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു, പയ്യനോട് പറയാണ്, നീ കുറച്ചു കാലം കഴിയുമ്പോൾ നിന്റെ അമ്മയോട് പറയണം അച്ഛനൊരു പരാജയമായിരുന്നു. ഇവിടെ ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞ ഒരു കണക്കെടുപ്പ് ലൈഫിൽ. ഞാൻ ആക്ച്വലി അങ്ങനെ ചിന്തിക്കുന്ന ആളെ ഞാൻ അതാണ് വളരെ പോസിറ്റീവ്. ഞാൻ അതാ പറഞ്ഞു, ഞാൻ 23-ാമത്തെ വയസ്സിൽ സ്റ്റക്ക് പോയ ആളാണെന്ന് പറയുന്നത്. എനിക്ക് ആ ആറ്റിറ്റ്യൂഡിനും കയ്യിലിരിപ്പിനും അങ്ങനെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇടയ്ക്ക് ചിലരൊക്കെ ചോദിക്കും, എടാ പിള്ളേരൊക്കെ ആയില്ലേ, നിനക്ക് കുറച്ച് ഉത്തരവാദിത്വം വേണ്ടേ? എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇല്ല. അല്ല, അപ്പൊ വീട്ടുകാര്യങ്ങളൊക്കെ ഭാര്യ നോക്കിക്കോളൂ. അത് ഭയങ്കര ഭാഗ്യം കേട്ടോ. എന്തായാലും നോക്കാൻ വീട്ടിലൊരാളുണ്ടല്ലോ, കുട്ടിയുടെ കാര്യമൊക്കെ നോക്കിക്കോളും. അവിടെ മൊത്തം 3 പിള്ളേരുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലേ, അവരെ പിള്ളേരായിട്ട് തന്നെ ഡീൽ ചെയ്യും അല്ലെ? എപ്പോഴെങ്കിലും ഇടിച്ചെടുത്ത് വെളി കളഞ്ഞിട്ടുണ്ടോ ഭാര്യ? ഇല്ല. കാരണം എന്താ പറയുക, ഉത്തരവാദിത്വം ഇല്ലാതെ നടന്നാലേ ഇറസ്പോൺസിബിൾ പേഴ്സൺ, ഒരേ ലീഗലല്ലേ ആള്? ഇല്ല സാറേ, അത് പിന്നെ അഡ്ജസ്റ്റ്മെന്റ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള. അതെങ്ങനെയാ? എനിക്കൂടെ ഒരു തന്ത്രം പറഞ്ഞു തരും. ഇത്രയും കാലമായിട്ട് ഇത് മനസ്സിലായിട്ടില്ല. എന്റെ വൈഫ് അങ്ങനെ ഇടപെടുന്ന അക്രമകാരിയാണോ? അല്ലല്ല, അങ്ങനെ ഉണ്ടോ? ഇല്ല. അങ്ങനെയുള്ള സംസാരത്തിൽ എങ്ങനെ നേരിടും? പിന്നെ അങ്ങനെ വളരെ അതോ അയാള് മൗനിയായി പോയോ? നമുക്ക് അങ്ങനെ ഒരു കുടുംബ പ്രശ്നമോ വഴക്കോ സമാധാനമോ ഒന്നും ഒരു വഴക്കൊന്നും ഉണ്ടായില്ല. വളരെ സംസാരപ്രിയരല്ലെന്ന് തോന്നുന്നു വീട്ടില് രണ്ടുപേരും. വളരെ കുറച്ച് മിതഭാഷികൾ, മൗനമായിരിക്കും. പിന്നെ ഞാൻ സംസാരിച്ചു തുടങ്ങുന്ന മിക്കവാറും എന്തെങ്കിലുമൊക്കെ വല്ല രാഷ്ട്രീയമോ പ്രശ്നങ്ങളൊക്കെയാണ്. വീട്ടു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാറില്ല. ഭയങ്കര ഭാഗ്യവാൻ കേട്ടോ. ഈ നമ്മുടെ വീടിനെ, ഇപ്പൊ താമസിക്കുന്ന വീടിനെ ഒരു റെയർ പേരായിട്ടേക്കെന്ന് പറഞ്ഞു. റൂമിന് താമസിക്കുന്ന റൂമിന് ARE50 ഉണ്ടോ എന്തോ, അങ്ങനെ എന്തോ ഒരു പേര്. ARE50 ഉണ്ട്. അത് ഞാൻ താമസിക്കുന്ന റൂമല്ല, ഞങ്ങള് വീട് ചെയ്ത ഫ്ലാറ്റാണ്. ചെയ്ത സമയത്ത് ഒരു റൂം TV കാണാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക. എന്ന് പറഞ്ഞ് ഹോം തിയേറ്റർ ഒന്നും അല്ല, ഒരു സാധാ TVയും ഒരു സ്പീക്കറും. അപ്പോൾ പിന്നെ അതിനകത്ത് അങ്ങനെ ബാക്കിയുള്ളവരെ അധികം പ്രവേശിപ്പിക്കാറില്ല. രഹസ്യ താവളോ? ഫ്രണ്ട്സ് വന്നാലും ARE51 കയറി ഡോർ അടച്ച. ഒറിജിനൽ ARE51 ARE51 എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ മറ്റേ മിലിറ്ററിയുടെ ഒരു ആർക്കും കയറാൻ പറ്റാത്ത സ്ഥലത്തിന്റെ പേര്. ബോർഡ് റെഡിങ്ങിൽ എഴുതി വെച്ചിരിക്കുക. എഴുതിയതൊന്നുമില്ല, ഞാൻ സ്വയം പ്രഖ്യാപിക്കണം എന്റെ ARE51 കയറി പോരുന്നു. അല്ലെ, വീട്ടിലേക്കൊക്കെ സുഹൃത്തുക്കളെ എന്റർടൈൻ ചെയ്യുവോ? ഞാൻ ഇഷ്ടംപോലെ പിന്നെ സുഹൃത്തുക്കളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ്. അല്ലാതെ വീട്ടിലേക്കും പ്രവേശിപ്പിക്കുന്നു? വീട്ടില് ഈ ഉത്സാഹ കമ്മിറ്റിയെ ഭാര്യ വെൽക്കം ചെയ്യൂ? ഒരു കുഴപ്പമില്ല. അല്ല, വെച്ച് വിളം വണ്ടി വരുമോ അവര്? ഇല്ല. കാര്യം സാബു ഒന്നും ചെയ്തില്ലല്ലോ. അല്ല, ഞാൻ ചെയ്യും. ഞാൻ കുക്ക് ചെയ്യും. സ്ഥിരമായി ഞാൻ നല്ലപോലെ കുക്ക് ചെയ്യുന്ന ആളാണ്. എന്റെ വൈഫിനെക്കാളും അതാണ് വീട്ടിൽ പ്രശ്നം ഉണ്ടാകാത്തത്. പിന്നെ പാഴ്സൽ വാങ്ങിക്കാൻ കുറെയൊക്കെ എനിക്ക് മൂടുണ്ടേ കുക്ക് ചെയ്യാം. പക്ഷെ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, എന്റെ വൈഫിനെ കാട്ടി ഒരു 10 ടൈംസ് നല്ല കുക്കാണ് ഞാൻ. മത്സരിക്കുന്നോ? വേണ്ടി വന്നാ കുട്ടേട്ടാ. സാബുമോൻ, 24 വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ ഒരു വൈറൽ വീഡിയോ യൂട്യൂബിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നോക്കിയിട്ട് കാണുന്നില്ല. താങ്കൾ ആലപ്പുഴയിൽ ഒരു കലോത്സവത്തിന് മിമിക്രി മത്സരത്തിൽ പങ്കെടുത്ത വീഡിയോ ആയിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ മിസ്റ്റർ സാബുമോൻ? എന്താണ് മിസ്റ്റർ സാബുമോൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു? അതെ, കുട്ടേട്ടൻ അങ്ങനെ വളരെ ബഹുമാനത്തോടെ വിളിക്കും. ആദരിക്കേണ്ടവരാരാണെന്ന് വെച്ചാൽ പുള്ളിക്കറിയാം. അതാ പുള്ളി വിളിച്ചത്. സാർ, ഞാൻ സ്കൂൾ സമയം തൊട്ടേ മിമിക്രി ഉണ്ടോ കയ്യിൽ? മിമിക്രി ഇല്ല. മോണോ ആക്ട് ഉണ്ട്. മോണോ ആക്ട്, ഫാൻസി ഡ്രസ്, സ്കിറ്റ്, നാടകം, മൈം, തിയേറ്റർ ഇവന്റ്സ്, അതാണ് എന്റെ മേഖല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇത് ചെയ്യും. ഈ ഫാൻസി ഡ്രസ്, മോണോ ആക്ട് സാധനം സ്വന്തമായിട്ട് ഞാൻ തന്നെ മേക്കപ്പ് ഇട്ട് ഞാൻ തന്നെ ഫാൻസി പരിപാടിയാണ്. അതായത് നമുക്ക് നമ്മുടെ സ്കൂളിലൊരു ബാലേന്ദ്ര മേനോൻ, അത് പിന്നെ ബാദൽ സർക്കാരിന്റെ 3ാം ലോക നാടക സങ്കല്പം എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് നമുക്ക് കിട്ടുന്ന പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമ്മുടെ ആർട്ടിനെ എക്സിബിറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് അന്ധകാലത്ത് ഞാൻ വായിച്ച് പഠിച്ചിട്ട് എനിക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഫാൻസി ഡ്രസ് ഒക്കെ ചെയ്യുന്നത് സ്കൂൾ തൊട്ട്.
ആ മേക്കപ്പിനൊന്നും അങ്ങനെ ആരെയും വിളിക്കാറില്ല. അപ്പോൾ എനിക്ക് യൂത്ത് ഫെസ്റ്റിവലുകൾ, ആർട്സ് ഫെസ്റ്റിവലുകളൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാൻ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി തലത്തിലും എല്ലാം. പക്ഷെ ഞാൻ അതിനുശേഷം ടെലിവിഷനിൽ വന്ന് കഴിഞ്ഞും യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഈ മോണോ ആക്ട് വേദികളും മിമിക്രി വേദികളൊക്കെ പോയി നിന്ന് കാണും. നമ്മുടെ പഴയ പഠിച്ചിരുന്ന കോളേജിലെ സ്റ്റുഡൻസിന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കും. അങ്ങനെ നിന്ന സമയത്ത് ആലപ്പുഴ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ ഞാൻ അക്കാഡമിയിൽ പഠിക്കുകയാണ്, LLBക്ക്. അക്കാഡമിയിൽ അങ്ങനെ ആർട്സ് ഫെസ്റ്റിവൽ നടത്തിയിട്ട് അങ്ങനെ മത്സരിക്കാൻ ആരും പോകാറില്ല. ഈ മേഖലയിലോട്ട് അധികം പിടുത്തമില്ല അവിടുന്ന്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം മിമിക്രി വേദി ഒരു മത്സരം ആരംഭിക്കാൻ പോകുന്നു. അപ്പം നമ്മളെ കൂടെ കുറേ പേരുണ്ട്. അപ്പം നമ്മളെല്ലാം കൂടെ വിളിച്ചിട്ട് അലമ്പാം, എന്തായാലും വന്നില്ലേ, എന്തെങ്കിലും കയറിയാലും. കാരണം അക്കാഡമിയുടെ പേര് കൊടുക്കാം. കാരണം അക്കാഡമിയിൽ നിന്ന് ആരും കോമ്പറ്റീഷന് വരുന്നില്ല. അപ്പൊ കോളേജിൽ നിന്ന് ജയിച്ചിട്ട് വേണമല്ലോ ഇവിടെ എത്താൻ. നമ്മളാണ് ജയിച്ചതെന്ന് അവകാശപ്പെടുന്നു. വേറെ ആരും ക്ലെയിം ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ കയറി കളിക്കുന്ന ID കാർഡ് കൊടുക്കും. അങ്ങനെ മിമിക്രിക്ക് പേര് കൊടുത്തരും. പഴയ സാധനമാണ്, കുഴപ്പമില്ല കുട്ടേട്ടാ, ഇത് വേണ്ടായിരുന്നു. കാരണം ഇത് സോഷ്യൽ മീഡിയ വരുമ്പോ എന്നെ കൊല്ലും കേട്ടോ ആളുകൾ. അവർക്ക് സമയം പോണ്ടേ. അപ്പൊ എനിക്ക് മിമിക്രി അറിഞ്ഞൂടാ, പാട്ട് പാടാനും അറിഞ്ഞൂടാ, ഡാൻസ് കളിക്കാനും അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരുത്തനാണ് ഞാൻ. അപ്പൊ അവിടെ കയറി നിന്നിട്ട് ഭയങ്കര സീരിയസ് മിമിക്രി കോമ്പറ്റീഷൻ നടക്കുകയാണ്. അപ്പൊ നമുക്ക് ചെസ് നമ്പർ ഇത്ര എന്ന് വിളിച്ചു കയറി നിന്നു. ഭയങ്കര ഗൗരവത്തിൽ അനൗൺസ് ചെയ്യും. പിന്നെ വിവിധ തരം മൃഗങ്ങളുടെ ശബ്ദം നമ്മൾ അനുകരിക്കാറുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി 2 ഉറുമ്പുകൾ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുനിഞ്ഞ് അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. വെറുതെ എറുമ്പുകളെ സംസാരിക്കുന്ന എങ്ങനെയെന്ന് നോക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞേ. ഞാൻ അവിടെ ഇരുന്ന് നോക്കും, കുറേ നേരം ഇരിക്കും. എന്നിട്ട് എണീറ്റിട്ട് അടുത്ത് അനൗൺസ് ചെയ്യും, ഒരു വിമാനം ആകാശത്തിലൂടെ പറക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ വിമാനത്തിനെ ഈ സ്റ്റേജിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പറത്തി ഞാൻ അവിടെ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഓഡിയൻസിന് പിടി കിട്ടി ഇത് പരിപാടിയാണ്. പിന്നെ ഭയങ്കര കൂലും കൈയടിയും ഒക്കെ ആയിരുന്നു. ആ വീഡിയോ എങ്ങനെയോ യൂട്യൂബിൽ വന്നാണ് ഇപ്പൊ കുട്ടേട്ടൻ തപ്പിയെടുത്ത് കിട്ടിയില്ല. നമുക്കത് കിട്ടിയതിനെ ഭാഗ്യം കിട്ടാൻ. ഈ ഇടയ്ക്ക് സാബു സംസാരിക്കണ്ടില്ലേ, ലുഫ്താൻസ എയറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു വിമാനം വീണു, ഒരു രക്ഷാപ്രവർത്തനത്തിന് പോയി എന്ന് പറഞ്ഞു. സാബുവിന്റെ ഓരോ കാര്യമേ. അപ്പൊ ഞാനപ്പോ എനിക്ക് കൊളുത്തി പിടിച്ചു. ഞാൻ പിന്നെ ആ ഒഴുക്കിനകത്ത് ഇടപെടണ്ടെന്ന് വിചാരിച്ചായിരുന്നു. ഞാന് പിന്നെ ഈ സ്വിസ്സെയർന്ന് പിന്നെ എന്നെ ലുഫ്താൻസ ജർമ്മൻ എയർലൈൻസ് വലിയ ഡിമാൻഡായി. അവർ ലുഫ്താൻസയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വിമാനം അലച്ചു തള്ളി വീണ് എയർപോർട്ടിൽ ക്രാഷ് ലാൻഡ്. അപ്പം കാർഗോ വിമാനമാണ്. അപ്പൊ അതിന്റെ രക്ഷാപ്രവർത്തനത്തിന് പോയായിരുന്നു. അങ്ങനെ അന്ന് കിട്ടിയ ഡ്രസ്സും സാധനവും ഒക്കെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് റെസ്ക്യൂ മിഷനിൽ പങ്കെടുത്തതിന്. ഭയങ്കര ഒരു ദുരന്തം. പക്ഷെ ആളപായം ഒന്നും ഉണ്ടായില്ല. അപ്പം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയോ? അത് റെസ്ക്യൂ മിഷൻ എന്ന് പറഞ്ഞാൽ പിന്നീട് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അന്നാണ് ഞാൻ ഈ ബ്ലാക്ക് ബോക്സ് ഒക്കെ ലൈവ് നേരിട്ട് റിക്കവർ ചെയ്ത് പാക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നതൊക്കെ കണ്ടതും പരിപാടികളൊക്കെ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഇവരിത് കൊണ്ടിറക്കിയപ്പോൾ ഇതിൽ പൈലറ്റുമാർ മാത്രമേ ഉള്ളൂ, കാർഗോ ഫ്ലൈറ്റ് ആയതുകൊണ്ട്. ഇറക്കിയപ്പോഴത്തേക്ക് ഈ നടുവ് കൊണ്ട് ഇത് ഒടിഞ്ഞുപോയി വിമാനം. എന്ത് സിമ്പിളായിട്ടല്ലേ ഞാൻ പറയുന്നത്. സംഭവം ഇവന് ശരിക്കും ഇറക്കാൻ അറിഞ്ഞൂടാ. ഇവൻ കൊണ്ടുവന്ന് അടിച്ചല്ലി ഇട്ടിട്ട് വിമാനമാണെങ്കിൽ അടിച്ചു തള്ളി ഇട്ടു. അതെ. അപ്പം പിന്നെ ഈ വിമാനത്തിന് പ്രൈവറ്റ് ബസ് പോലെ ഡ്രൈവറുടെ സൈഡിൽ കൂടെ ചാടി ഓടാൻ പറ്റത്തില്ല. കാരണം അവിടെ ഇതാണ്, വലത്തുവശത്ത് വഴി ഇറങ്ങാൻ പറ്റത്തില്ല. പറ്റത്തില്ല. 2 സൈഡിലും വാതിലില്ല. അപ്പൊ കാർഗോ ഫ്ലൈറ്റിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഈ ബാക്കിലുള്ളത് തുറന്ന് ഇറങ്ങുമ്പം ഈ ഒരു സ്പേസ് ഇട്ട് വെച്ചേക്കും. ഇവിടം വരെ ലോഡുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു നിന്ന് ഡോറ് തുറന്ന് ചാടി ഓടണം. അപ്പം ആ ഇടിച്ചിറക്കിയതിനകത്ത് ഒരു പൈലറ്റിന് നടുവിനെന്തോ പ്രശ്നം വന്നു. മറ്റേ പുള്ളി പോയി നോക്കിയപ്പം ഈ പോകേണ്ട വഴി കുഴപ്പമില്ല. അങ്ങനെ പുള്ളി മറ്റേ പൈലറ്റിനെ വലിച്ച് മുകളിൽ നിന്ന് തള്ളി തറയിട്ട് വിമാനം പൊക്കമല്ലേ, വണ്ടി കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഏണി കൊണ്ട് ചാരാനുള്ള സമയമില്ലല്ലോ. മരുഭൂമിയിലാണ് വീണത്. എയർപോർട്ടില്ല, മറ്റേ നമ്മുടെ സ്ട്രിപ്പിന്റെ സൈഡിലാണ് വീണത്. റൺവേയുടെ സൈഡിൽ പോയി ഇടിച്ച് വെളിയിൽ വന്ന്. അങ്ങനെ മറ്റേ പൈലറ്റിനെ തള്ളി തറയിട്ട് പുള്ളിയും ചാടി ഇയാളെ വലിച്ച് മാറ്റി. വിമാനം നിന്ന് കത്തയാണ്. അപ്പം കെമിക്കൽസും സാധനമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് അണയത്തില്ല. ഞാൻ വൈകുന്നേരം ചെന്ന് നോക്കിയപ്പോ സാറേ നമ്മൾ അയല തിന്നിട്ട് വെച്ചിരിക്കുന്ന തലയും വാലും മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ കൊത്തി ഉരുകിപ്പോയി. പിന്നെ അതിനിടയിൽ മറ്റേ സായിപ്പന്മാർ അപ്പോഴേ ഒരു ലോഡ് സായിപ്പന്മാർ വന്ന് അവിടെ ഇറങ്ങി ഓണറൈവൽ വിസയെല്ലാം അടിച്ച് അവരെല്ലാം തൂത്ത് പിറക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോയി. വാലും തല അവിടെ തന്നെ കുറെ ആളുകൾ അയല കഴിച്ചോല്ലേ, മുള്ളിരിക്കത്തില്ല.
അപ്പൊ ഒരു കാര്യം ചെയ്യാം സാബു, ചങ്കൂറ്റത്തോടെ നമുക്ക് ഇനി ചോദ്യങ്ങളെ നേരിടാം. നല്ല കിടിലൻ ചോദ്യങ്ങൾ വരികയാണ്. ഇത് പറയുമ്പോഴാണ് ഒരു ഭയം. അപ്പോൾ 3 സഹായ പദ്ധതിയുണ്ട്. 1, ഡോക്ടർ മിറാഷ് വരും നേരിട്ട് ഹെൽപ്പ് ലൈനുമായിട്ട്. 2, നമുക്ക് ടെലിഫോണിൽ PC രാജു. 3-മതാണെങ്കിൽ നമ്മുടെ കുട്ടേട്ടനായിരിക്കും ഹെൽപ്പ് ലൈൻ. അപ്പോൾ 3 ഹെൽപ്പ് ലൈൻ. അപ്പോൾ നമ്മൾ 1 കോടിക്ക് വേണ്ടിയുള്ള മത്സരം ഇവിടെ ആരംഭിക്കുന്നു. സിമ്പിൾ അടിക്കാൻ ആരുമില്ലല്ലോ. വേണ്ട പോട്ടെ. നമ്മൾ ഈ ആദ്യത്തെ ചോദ്യത്തിലേക്ക് 10,000 രൂപയുടെ ചോദ്യം. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപയുടെ ചോദ്യമാണ്. ഒരു കുസൃതി ചോദ്യമാണ് സാബു. സഞ്ചിയിൽ പൂച്ച കയറിയാൽ എന്തു പറയും? സഞ്ചിയിൽ പൂച്ച കയറിയാൽ എന്ത് പറയും? ഞാനൊരു ക്ലൂ പറയാം. കഴിഞ്ഞ പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വന്നത് ഈ സാധനം കൊടുത്തിട്ടാണെന്ന് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഇനി പൂച്ച കയറിയാൽ എന്ത് ചെയ്യും എന്ന് കൂടി ആലോചിച്ച് നോക്കിയാൽ കിറ്റ്കാറ്റ് ശരി ഉത്തരം. ഓക്കെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ അടിതെറ്റി വീഴണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് ചോദ്യത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് എനിക്ക് മനസ്സിലായല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞ വല്ല ഈഫിൾ ടവറിന്റെ ടവർ ദുബായിലെ മറ്റേ ടവറിന്റെ ഇത് അല്ലേ, അതൊക്കെ അത് അങ്ങനെയൊന്നും അല്ല ഉള്ള ചോദ്യങ്ങൾ തമ്മിൽ. ആ ചോദ്യത്തിന്റെ നാളുകൾ കഴിഞ്ഞു. ഇത് ഞാൻ കുഴയും കുഴയുന്ന പോലെ കുഴയും. അതിൽ കുഴച്ചൊക്കെ കുഴയണോ വരിച്ചൊക്കെ കുഴയണോ? റെഡി. 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 20,000. അതും കുസൃതി ചോദ്യമാണ്. പുട്ടും വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയ കാറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതെന്താണ്? പുട്ടും, നമ്മുടെ പുട്ട്, കഴിക്കുന്ന പുട്ട് തന്നെ, പുട്ടും വഴിയിൽ ബ്രേക്ക് ഡൗൺ ആകുന്ന കാറും തമ്മിൽ ഉള്ള ബന്ധം. ഇതെനിക്ക് കിട്ടിയോ? പുഷ് വേണം. കറക്റ്റ്. പുട്ടും തള്ളണം, കുത്തി ഇറക്കണ്ടേ കുറ്റിന്ന്. മറ്റേത് വണ്ടിയും തള്ളണം. അപ്പൊ 20,000 രൂപ വെറുതെ തള്ളുവല്ല, 20,000 കൊണ്ട് തള്ളുക. 20,000 ആണ്. 20,000 തള്ളു ഞാൻ തള്ളി. സൂപ്പർ തള്ള കിട്ടി. കിട്ടി. അടിച്ചു മോനെ. മോനെ 20,000 രൂപ കിട്ടിയപ്പോ ഒരു ആവേശമൊക്കെ അല്ലേ? അടിച്ചു മോനെ കേറി വാ. സാബു ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ നക്ഷത്ര കണ്ണുള്ള രാജകുമാരനും രാജകുമാരി, അവൾക്കൊണ്ടൊരു രാജകുമാരൻ, അവനാണ്. ഓക്കെ, ആർക്കായാലും ഒരാൾക്ക് ഇരിക്കട്ടെ അല്ലേ? ഓക്കെ, അത് അതിന്റെ ഒരു വിഷ്വൽ ഒന്ന് കാണിച്ചാൽ ഇരിക്കട്ടെ. കാര്യം ആ അഭിനയ വൈഭവം നമ്മളൊന്ന് പ്രേക്ഷകരെ കാണിക്കാൻ. ഇരിക്കട്ടെ. എന്തായിരിക്കും ആ അഭിനയ സാധ്യത, ആ റേഞ്ച്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജാഗ്രതയോടെ ഇരിക്കുക. 23 വർഷം മുമ്പുള്ളതാണ്. 27 വയസ്സല്ലേ ഉള്ളൂ. അതെ. ഓക്കെ. ചതി. ഇത് കൊടും ചതി. എങ്ങനെയാണ് ഈ ഇത്തരം ഒരു നടന്റെ താരോദയം ഉണ്ടായതെന്ന് ആൾ അറിയണ്ടേ? എങ്ങനെയെങ്കിലും ഈ LED പൃഥ്വിരാജന്റെ നടനം ഇവിടെ അല്ലേ ഉണ്ടായത്? റെഡി. അങ്ങനെ ഒരു ആശ്വാസം. എനിക്ക് താങ്ക മുടിയല്ലേ? നന്നായിരിക്കുന്നു, നല്ല വിജ്ഞാനപ്രദമായിട്ടുണ്ട്. കാര്യം ഭാസ്കര എന്ന് വിളിച്ചു. മാത്രമല്ല ഇതിനകത്ത് വേറൊരു അത്ഭുതം ഞാൻ കണ്ടത്, പൃഥ്വിരാജൻ ആദ്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ഓസ്ട്രേലിയൻ പരിവേഷമൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് വരുമ്പോൾ അല്ലേ? ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന സ്റ്റുഡന്റ്, പല പരിവേഷം, സുമാരൻ ചേട്ടൻ മോൻ, മല്ലിക ചേച്ചിയുടെ മോൻ അല്ലേ, പല പരിവേഷങ്ങളുടെ ബാക്കിയായിട്ട്. പക്ഷെ കൂടെ നിൽക്കുന്ന ജഗതി ചേട്ടൻ ഇപ്പുറത്തേക്കുന്ന ആളിന് ഡയലോഗ് ഉണ്ട്. സാറിന് ആദ്യ സിനിമയിലൊക്കെ തൂണായിട്ട് നിൽക്കാനല്ലേ തലവിധി ഉണ്ടാവുക? അല്ലെ, അതിൽ ത്രൂ ഔട്ട് ഞാനും അമ്പിളിച്ചേട്ടനും ആണ് ക്യാരക്ടേഴ്സ്. ചെറിയ കാര്യമല്ല. അല്ലല്ല, ഭാസ്കര എന്ന് വിളിക്കുമ്പോ എനിക്ക് കുറെ അഡ്വൈസുകൾ തന്നിരുന്നു അമ്പിളിച്ചേട്ടൻ ചെയ്യുന്ന സമയത്തും. അമ്പിളിച്ചേട്ടനോട് അഭിനയിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. സൂപ്പർ അല്ലേ? സൂപ്പർ. നമുക്കിനി 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 30,000. ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായാൽ നല്ലത്, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വേണ്ടത് എന്താണ് ആ സാധനം? പെട്ടി. അല്ല, പെട്ടി എന്ന് പറഞ്ഞാല് അത് കാര്യമുണ്ട്. കാര്യം ജീവിച്ചിരിക്കും നമുക്ക് സാധനം കൊണ്ടുപോകാൻ പെട്ടി വേണം. മരിച്ചു കഴിഞ്ഞാൽ ഇത് ബോഡി കൊണ്ടുപോകാനും പെട്ടി വേണമല്ലോ. പെട്ടിയാണോ? അല്ല, പെട്ടി ആയിക്കൂടെ? അല്ല, എല്ലാരും പെട്ടി കൊണ്ടുപോകും. എല്ലാരും പെട്ടിക്കകത്താകട്ടെ. ഇതല്ല കാര്യം, സമുദായത്തിനനുസരിച്ചല്ലേ പെട്ടി. ഇത് എല്ലാവർക്കും, ഇത് എല്ലാ സമുദായക്കാരും ബിയോണ്ട് സമുദായം ആൾക്കാർക്ക് ഉപയോഗിക്കാം. ഓക്കെ, ജീവിച്ചിരിക്കുമ്പോ ഉണ്ടായാ നല്ലത്, മരിച്ചു കഴിഞ്ഞാൽ കൊണ്ട് അടക്കണം. സംസ്കാരം. നിങ്ങൾക്ക് ഇത്രയും കൾച്ചർ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സാബു ഇങ്ങനൊക്കെ വിജ്ഞാനമുള്ള ഒരാളാണോ എന്നൊക്കെ ആൾക്കാരല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമ്മുടെ തനിനിറം പുറത്തു വരാൻ പോകുന്നു. 30,000 കഴിഞ്ഞ് ഇനി 40,000 നമ്മൾ കടക്കുന്നു. 40,000. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച ശേഷം മാത്രം ജനിക്കുന്നതുമായ ഒരു സാധനമുണ്ട്. എന്താണത്? ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച ശേഷം മാത്രം ജനിക്കുന്നതുമായ ഒരു സാധനം സാബുവിന്റെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിയും വിവരമാണ്. അത് കുറച്ച് വൈകിയല്ലേ ഉണ്ടാവൂ. ക്ലൂ? സാബുവിന് ഈ ഹെൽപ്പ് ലൈൻ കൂടി ഉപയോഗിച്ചോണം.
കാരണം എന്തെങ്കിലും അബദ്ധം പറഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഔട്ടായി പോകും. വന്നതിനേക്കാൾ ഇരട്ടി സ്പീഡിൽ പുറത്തായി. എന്നാ മറ്റേ ലൈഫ് ലൈൻ എടുക്കാം. ലൈഫ് ലൈൻ ആര് വേണം? ലൈഫ് ലൈന് നമ്മുടെ ഡോക്ടർ ഉണ്ട്. MBBS കഴിഞ്ഞ പാർട്ടിയാ. ആണോ? പിന്നെ ഈ ജനിക്കുന്നെന്ന് പറയുന്നത് മെഡിക്കലുമായിട്ട് ബന്ധോ? പ്രസവം എടുത്തിട്ടില്ല പുള്ളി. ഈസ് നോട്ട് എ ഗൈനക്കോളജിസ്റ്റ്. എന്നാലും അറിയണമല്ലോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നോക്കാം. ഡോക്ടറെ വിളിക്കാം. ഡോക്ടർ മിറാഷ്, ഡോക്ടർ മിറാഷ് പ്ലീസ് കം. ഇത് ഡോക്ടർ മിറാഷിന്റെ അസിസ്റ്റന്റ് ആണ് കേട്ടോ. പേര് ഡോക്ടർ രസലയ കുമാർ. അത് ശരി. അണ്ണാ സൗഖ്യമാ? സുഖം കളക്കം. തിരുവനന്തപുരം. തള്ളേ സാവണ്ണ നിങ്ങൾ എന്തിനൂടെ വന്നിരിക്കണ? ഞാൻ കുറച്ച് പടവലം ഇവിടെ കൃഷി ചെയ്തായിരുന്നു, അത് പറിക്കാൻ വന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കാണ്. അല്ല, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾക്ക് പറയും. അതായത് ഹെൽപ്പ് ലൈൻ വേണം ഡോക്ടറെ. അതായത് ഇപ്പൊ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, അത് ഡോക്ടർക്ക് പറ്റുമെന്ന് വിചാരിച്ചാണ് നമ്മൾ വിളിച്ചത്. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച ശേഷം മാത്രം ജനിക്കുന്നതുമായ സാധനം എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. തള്ളേ, ഇത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ ഒരുപാട് അടിച്ചിളക്കിയിട്ടുള്ള സാധനമാണിത്. കവാലമാണ്. അല്ല, കവാലമല്ല. കാരണം ഇത് കുഞ്ഞുങ്ങൾക്ക് ഈ സാധനം വരുമ്പോ കുഞ്ഞ് ചേർത്ത് പറയും സാധനം. ഇതില്ലെങ്കിൽ നമുക്കൊന്നും തിന്നാനും പറ്റൂല. അങ്ങനെയാണ്. അപ്പൊ എന്താ സാധനം? നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ ഇത് കാണിച്ച് ചിരിക്കണമെന്ന് ആൾക്കാർ ചോദിക്കുകയും ചെയ്യും. മീശ കാണിച്ചാണ് നമ്മൾ ചിരിക്കണം. എന്താ രപ്പി ഇത് പറയണത്? എന്നിട്ടും മനസ്സിലായില്ല. കണ്ണാടിയ ചൂയിങ് ചവയ്ക്കുന്നത്. അയ്യോ അണ്ണാ, പല്ല് നേരോണ്ട് മനുഷ്യ ഇവിടെ കിടന്നു. പിന്നെ ഇങ്ങനെ ചവയ്ക്കുന്ന കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ചൂയിങ് നല്ലത്. പിന്നെ ഓട്ടാണ്. അപ്പൊ ശരി, താങ്ക് യു സാർ. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കണം. ഡോക്ടർ രസലയകുമാർ, MA MD MA സോറി MBBS MA MD. അതന്നെ, ഒരു MA എടുത്തിട്ടുണ്ട്. ഒരു MA ഉണ്ട്. അതുണ്ട്. അപ്പൊ നമുക്ക് 40,000 രൂപയായി. ഉത്തരം ശരിയാണ്. നമ്മളിങ്ങനെ 1.5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ്. ലക്ഷാധിപതിയാകാൻ പോകുന്നു. കോടീശ്വരനായ ആളാണെന്ന് എനിക്കറിയാം. 1 കോടി വഴി അല്ലേ? 1 കോടിയല്ല, മറ്റേ ബിഗ് ബോസ് വഴി. ഓക്കെ, റെഡി? സാബു സാറേ, കൈകളോ കാലുകളോ ചുണ്ടുകളോ പല്ലുകളോ കൂടാതെ നമുക്ക് പിടിക്കാൻ സാധിക്കുന്ന ഒരു സാധനമുണ്ട്. കൈകളോ കാലുകളോ ചുണ്ടുകളോ പല്ലുകളോ ഒന്നിന്റെ സഹായമില്ലാതെ നമുക്ക് പിടിക്കാം. ശ്വാസം. ഉത്തരം ശരിയാണ്. 1.5 ലക്ഷം രൂപയുടെ ചോദ്യം. ഇതൊക്കെ നല്ല നുണുക്ക് വിദ്യ പോലെ പറയുന്നു. ഇതിന്റെ ഒരു ആശാനാന്ന് തോന്നുന്നല്ലേ? വീട്ടിലുമായിട്ടുണ്ട്. എന്തോ അപകടം പിടിച്ച് വീട്ടിൽ കാണിക്കാൻ പറ്റാത്ത ഏതോ സാധനം പറയാൻ പോകും. വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ ഒരു ചാനലിന്റെ ഷൂട്ടിങ്ങിനായി അടൂർ പോയി. ഈ സമയത്ത് ഒരു സീരിയലിലെ നായികയെ താങ്കൾ ചൂരിൽ വെച്ച് നല്ല അടി കൊടുത്തു. മൊത്തത്തിൽ പ്രശ്നമുണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അങ്ങനെ ഒരു സംഭവം എങ്ങനെ ഒരു സംഭവം ഉണ്ടാകും? അത് പിന്നെ ഒരു ഷോയ്ക്കകത്ത് തന്നെ ഒരു സെഗ്മെന്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. ഒരു ജാപ്പനീസ് ഷോയുടെ ഒരു കോൺസെപ്റ്റിനെയാണ് ഇടയിൽ ഞാൻ പ്ലേസ് ചെയ്തത്. അപ്പോൾ ഈ ജാപ്പനീസ് ഷോസ്, ടെലിവിഷൻ ഷോസ് വേറെ ലെവലിലുള്ളൊരു സംഭവമാണ്. അപ്പൊ നമ്മുടെ പിന്നെ പാർട്ടിസിപ്പൻസ് ആ ലെവലിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതില് പിന്നെ ഉത്തരം തെറ്റായിട്ട് പറഞ്ഞാൽ അടിയാണ്. ഒറിജിനൽ ചൂരലിനുള്ള ഇത് അടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും അടിക്കാം. എത്ര ഫോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. ആ കരുത്ത് വെച്ച് അടിക്കാം. അതെ, നമുക്ക് വേണമെങ്കിൽ പതുക്കെ അടിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന ഇതുപോലെ ഈ സംഭവത്തിന് ശേഷം തെറ്റ് പറഞ്ഞാൽ അടി കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ശരിക്കുള്ള അടിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അടി വാങ്ങിച്ച് കരച്ചിലെ നിലവിളി തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് അടി ഒറിജിനലാണ്, ഇങ്ങനെ വരും. അപ്പൊ ഞാൻ റെഫറൻസ് എടുത്തിരിക്കുന്ന ഷോ ഇത് അങ്ങനെയാണ്, അത് വാങ്ങിച്ചോണ്ട് പൊക്കണം എന്നുള്ളതാണ്. ഈ അടി കൊണ്ടതെല്ലാം സൂപ്പർ താരങ്ങൾ തന്നെ. അതെ, സീരിയൽ രംഗത്തെ അധികാരി നിരന്ന് നിന്ന് വാങ്ങിച്ചെന്റെ നല്ല ശക്തിയായിട്ട് അടിച്ചു, നല്ല അടി കൊടുത്തു. അവര് പക്ഷെ അടി നൊന്തില്ലാതെ നിന്ന് കാണും. രണ്ടുപേരും നിന്ന്, മൂന്നാമത്തോള് വാവിട്ട് കറങ്ങി. കഷ്ടം. പിന്നെ എന്തായാലും പിന്നെ ആ സെഗ്മെന്റ് എടുത്ത് കളഞ്ഞു. ഇതിനെക്കാട്ടി വലുതായിരുന്നു അടുത്തടുത്ത ലെവലിലേക്ക് ചൂരലിന്റെ അടിയിൽ നിന്ന് തുടങ്ങുമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്, നമ്മൾ 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 60,000. കുഴിയിലിരിക്കും കുട്ടൂസ്, കുട പിടിക്കും കുട്ടൂസ്, തൊട്ടാൽ ചൊറിയും കുട്ടൂസ്, എം കുട്ടൂസ്. പഴഞ്ചൊല്ലിന്റെ കളിയാണ്. ചൊറിയുന്നുണ്ടല്ലേ? വല്ലാതെ ചൊറിയുന്നു. ഇതൊരു വല്ലാത്ത ചോദ്യം. കുഴിയിലിരിക്കും കുട്ടൂസ്, കുട പിടിക്കും കുട്ടൂസ്, തൊട്ടാൽ ചൊറിയും കുട്ടൂസ്, എം കുട്ടൂസ്.
എം ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൂത്രപ്പണി അതിനകത്തുണ്ടാവും. അല്ല, ഫുഡ് ഐറ്റം ആയിരിക്കും. ചൊറിയുന്ന ഫുഡ് എന്താണ്? ചൊറിയുന്ന സ്പേസും ഒക്കെ ആലോചിച്ചോളൂ. പിടിക്കും കുട്ടൂസ്. ചേന. ഏ ചേന. കുട പിടിക്കും കുട്ടൂസ്. കാരണം ചേന കുടിക്കാത്താണ്. റെഡിയാണോ? നിങ്ങൾക്ക് റെഡിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കാം. ഉത്തരം ശരിയാണ്. അപ്പോ കിട്ടിയത് 60,000 രൂപയാണ്. എന്റെ പൊന്നെ, പൈസ ഇങ്ങനെ ഒരുപാട്. അല്ലെ, ഈ പിന്നെ വേറെ പ്രോഗ്രാമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുറെ പൈസ ആകുമ്പോ അത് തന്നിട്ട് തിരിച്ചങ്ങെടുക്കും. അല്ല, പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്ന അങ്ങനെ ഇല്ലേ ഇതിൽ? ഇല്ല, അങ്ങനില്ല, അങ്ങനില്ല. ഇടയ്ക്കിടയ്ക്ക് പൈസ തരില്ല. ഇടയ്ക്കിടയ്ക്ക് തരത്തില്ല. കാര്യം സാബു ആയതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളത്. അപ്പൊ നമുക്കിനി അടുത്തത് 70,000 രൂപയുടെ ചോദ്യം. 70,000. ചോദ്യം ഇതാണ്: സർക്കാർ ജീവനക്കാർക്ക് ഇഷ്ടമില്ലാത്ത പെൻഷൻ ഏതാണ്? കുസൃതി ചോദ്യമാണ്. സർക്കാർ ജീവനക്കാർക്ക് ഇഷ്ടമില്ലാത്ത പെൻഷൻ. സിമ്പിൾ. സസ്പെൻഷൻ. സർക്കാർ ജീവനക്കാർക്ക് ഇഷ്ടമില്ലാത്ത പെൻഷൻ സസ്പെൻഷൻ ആണ്. എന്റെ സാബു, യു ആർ എൻ ഇന്റലിജന്റ് ഗായ് കേട്ടോ. താങ്കളെ കുറിച്ചാണോ ഈ അപഖ്യാതികൾ നാട്ടിൽ പ്രചരിക്കുന്നത്? ഓക്കെ, അപ്പൊ സസ്പെൻഷൻ ആണ് ശരി ഉത്തരം. 70,000 രൂപ. ഇനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. തലയുള്ളപ്പോ പൊക്കം കുറയും, തലയില്ലാത്തപ്പോ പൊക്കം കൂടും. എന്താണ് സാധനം? തലയുള്ളപ്പോ പൊക്കം കുറയും. അവിടുന്ന് എങ്ങനെ പറഞ്ഞു തന്നാലും ചിലപ്പോ അറിയാൻ പറ്റത്തില്ല. കോപ്പി അടിക്കരുത്, കോപ്പി അടിക്കരുത്, കോപ്പി അടിക്കരുത്. കള്ളക്കളിയില്ല, കള്ളക്കളിയില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ഹെൽപ്പ് ലൈൻ വേണം എടുക്കാം. ഹെൽപ്പ് ലൈൻ എടുക്കാം. നമ്മളെ എഴുതി തോറ്റ മനുഷ്യരുണ്ട് സ്ഥലത്ത്. പുള്ളിക്ക് അറിയാൻ പറ്റും കാര്യം. അപ്പൊ പ്ലീസ് കണക്ട് മീ ടു PC രാജു. സാബുചേട്ടാ, നമസ്കാരം. 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 സുഖമാണ്. എങ്ങനെ പോകുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ? നന്നായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു. ആർക്ക്? അല്ല, എനിക്കും എന്റെ കുടുംബത്തിന് നന്നായിട്ട് പോകുന്നു. അവിടെ വരുന്ന പിള്ളേരൊക്കെ ജയിക്കാറുണ്ട്? അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. BA മലയാളം, LLB ഗ്രാജുവേഷൻ, ജേർണലിസത്തിൽ PG ഡിപ്ലോമ ഒക്കെ ഉള്ള ആളല്ലേ? ഞാൻ ഈ ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ ഉത്തരം പറഞ്ഞു തരണോ? ഒരു ഉപകാരത്തിന് വിളിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഒരു ചെറിയ ക്ലൂ തരാം. ചേട്ടൻ കട്ടിലിൽ കിടന്നുറങ്ങുന്ന ആളാണോ? കട്ടിൽ എങ്ങനെയാ കിടക്കുന്നേ? കട്ടില് തലയും കുത്തി കിടക്കും. കട്ടിൽ എങ്ങനെയാ കിടക്കുന്നത്? കട്ടിൽ എല്ലാരും നീണ്ടു നിവർന്നല്ലേ കിടക്കുന്നത്. തലയും കുത്തി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ലൂ ഉണ്ട്. ശരി. ഇത് ആക്ച്വലി എനിക്ക് കോളിന്റെ ആവശ്യം ഇല്ലായിരുന്നു. എനിക്ക് അറിയാം. എന്നാലും ഞാൻ ഈ PSCയുടെ ആള് രക്ഷപ്പെട്ടു. ഒരുപാട് തോറ്റു എപ്പോഴെങ്കിലും തൊപ്പിയെടുത്താലേ വെക്കട്ടെ. PSC രാജു. അപ്പൊ എന്താണ് ഉത്തരം? എനിക്ക് നേരത്തെ അറിയാവുന്ന ഉത്തരം തലയണ. ഉത്തരം ശരിയാ. നിങ്ങൾക്ക് അറിയായിരുന്നോ? ഇവര് നമ്മൾ വേന്ദ്രന്മാര് തന്നെ. അപ്പൊ ഇപ്പോൾ 80,000 രൂപയുടെ ചോദ്യം കിട്ടിയിരിക്കുന്നു. 80,000 കഴിഞ്ഞു. അപ്പൊ സാബു, നമ്മൾ ഇനി അടുത്ത 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. 1 lakh. സാബു, ഞാൻ ഇനി ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോയുടെ കണ്ടിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. LED. അതെ, യഥാർത്ഥത്തില് നല്ല ഒരു കയ്യടി കിട്ടിയ രംഗമായിരുന്നു അത്, അല്ലേ? ജനമൈത്രി പോലീസ് എന്ന ചിത്രത്തിൽ ബെഹ്റ എന്ന പേരിന് മുമ്പായി സാബുമോന്റെ കഥാപാത്രം എന്തോ പറയുന്നുണ്ട്. നമ്മളവിടെ മ്യൂട്ട് ചെയ്ത് വിട്ടതാണ്. അപ്പൊ ആ കഥാപാത്രം എന്താ പറയുന്നത്? ഓർമ്മയിലുണ്ടോ എന്നറിയാൻ വേണ്ടി 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ചതി, വഞ്ചതി, കൊടും ചതി. അഭിനയിച്ച സീനിലെ രംഗങ്ങൾ ഓർമ്മയില്ല. ഒന്നുകൂടെ കണ്ടാൽ മനസ്സിലാവൂ? ഇല്ല. ബെഹ്റയുടെ പേരാണ് അതിന്റെ മുന്നിലുള്ള 2 വാക്ക്. ഫുൾ നെയിം ബെഹ്റയുടെ. ഒറിജിനൽ നെയിം ഒറിജിനൽ നെയിം അല്ല. ഇതിലെ ഈ കഥയിലെ പേര്, കഥയിലെ പേര് ഒറിജിനൽ നെയിം അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരക്കഥയിൽ ഉണ്ടായിരുന്ന പേര് എന്ത് ബെഹ്റയാണ് എന്നുള്ളത് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ആ സിനിമ കണ്ടോ? കണ്ടില്ല. ഓക്കെ. ഹെൽപ്പ് ലൈൻ ഉണ്ടോ? ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. നമുക്ക് എടുക്കണോ അത്? ഹെൽപ്പ് ലൈൻ. കുട്ടേട്ടാ. യെസ് ബോസ്. സാബുമോൻ 2 ക്ലൂ പറയാം. അല്ല, കുട്ടേട്ടാ തെറ്റി. മിസ്റ്റർ സാബുമോൻ. മിസ്റ്റർ സാബുമോൻ 2 ക്ലൂ പറയും. അതിൽ താങ്കൾ ആൻസർ പറഞ്ഞില്ലെങ്കിൽ കുട്ടേട്ടൻ വീണ്ടും മിസ്റ്റർ സാബുമോന് ആൻസർ പറഞ്ഞു തരുന്നതായി. സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ആദ്യ സിനിമയുടെ പേരിന്റെ ആദ്യത്തെ വാക്ക്. ഇതിൽ നിന്നും ഇതിന്റെ ആൻസർ തുടങ്ങും. പിന്നെ വെളിച്ചത്തിന്റെ മറ്റൊരു വാക്കും ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ലഭിക്കും. കിട്ടിയോ? ആദ്യമായിട്ട് കിട്ടി.
റാം പ്രകാശ് ബെഹ്റ. അപ്പൊ ഇനി ഈ സിനിമ വീണ്ടും ആൾക്കാർ കാണും. ഈ സിനിമയുടെ ജാതകം വീണ്ടും മാറും. അതെ, 1,00,000 രൂപ കിട്ടി. 1,00,000 രൂപ സാബുവിന് കിട്ടുകയും ചെയ്തു. നാട്ടുകാരുടെ പൈസ പോവുകയും ചെയ്യും. അതെ. ഒരു സിനിമ കാണുമല്ലോ. ഓക്കെ, ഇനിയിപ്പോ 2,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 2 lakhs. ഒരു ചിത്രം കാണിച്ചു തരാം. LED നോക്കൂ. എല്ലാ പടവും ഒന്ന് അടക്കി ഓടക്കൊന്ന് കണ്ടേക്കുക. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഹിറ്റായ ഒരു മലയാള ചലച്ചിത്ര ഗാനം താങ്കൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ് ആ ഗാനം? മുറ്റം മുല്ല സംസാരിക്കുന്നു. കാലത്തെ കിട്ടി. ആ, ലാസ്റ്റും കിട്ടിക്കാണ്. കണ്ണൂത്തി പൊട്ടിക്കണോ? കിട്ടി. നിങ്ങൾക്ക് കിട്ടിയ പാട്ട്? കിട്ടി. ഇത് സിനിമ ഏതെന്ന് എനിക്ക് ഓർമ്മയില്ല. പാട്ട് മതി. പാട്ട് കിട്ടി. ആ, പക്ഷെ പാട്ട് എനിക്ക് പാടാറിഞ്ഞില്ല. പാടിയ നാട്ടുകാർക്ക് പാടാവും. മുറ്റത്തെ മുല്ലേ ചൊല്ലു, ആ, കാലത്തെ നിന്നെ കാണാൻ. ഓക്കെ, ഉത്തരം ശരി. സത്യസന്ധമായിട്ട് പറയണം, നിങ്ങൾ ഓർത്തു അത് തന്നെയായിരുന്നു? ചുമ്മാ കള്ളം പറയുന്നത് അല്ല. ആ നീല സാരി വിട്ട് ചേച്ചി എന്തോ ചുണ്ടിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് അത്. എന്തായാലും കസറി സാബു പാട്ടുകളും ശ്രദ്ധിക്കുന്നുണ്ടോ എനിക്ക് മനസ്സിലായി. അപ്പൊ 2 ലക്ഷം, ഇനി 3 ലക്ഷം രൂപയുടെ ചോദ്യം. 3,300,000 rupees മാൻ. ഈ ലെവല് എത്ര വരെ പോകും? അങ്ങ് 1 കോടി വരെ പോകും. ഒരൊറ്റ പോക്കങ്ങ് പോകും. നല്ല സുഖമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പൈസ തരുമോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കത്തില്ല. സാബുവിന് നമുക്ക് അത്ര വിശ്വാസമാണ്. ഈ ആരുമില്ല സഹായിക്കാൻ, ഒറ്റയ്ക്ക് നേരിടണം. വല്ലാത്തൊരു അവസ്ഥയാ. ഒരു ജീവിത കുടുക്കിലാണ് താങ്കൾ ചെന്നുപെട്ടിരിക്കുന്നത്. ഈ ഉത്തരം താങ്കൾക്ക് തെറ്റിപ്പോയാൽ ഞാൻ ഇത്തിരി കടുപ്പിക്കും. താങ്കൾക്കറിയാമല്ലോ, തെറ്റിയാൽ നേരത്തെ കിട്ടിയതിന്റെ 10% മാത്രമേ കിട്ടൂ. അതായത് 2 ലക്ഷത്തിന്റെ 10%, 20,000 രൂപ കൊണ്ട് കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തണം. ഭാര്യയുടെ ചീത്തോളിയും കേൾക്കണം. താങ്കൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ നേരുന്നു. ഓക്കെ. ചോദ്യം ഇതാണ്. ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ആരുടെ രചനയാണ്? സീരിയസ് ക്വസ്റ്റ്യൻ ആണ്. 3 ലക്ഷം രൂപയുടെ സീരിയസ്നെസ് ഉണ്ട്. മോട കാണിക്കരുത്, അടി വീഴും. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? അയ്യോ, കുളു കൊടുത്ത ലക്ഷങ്ങൾ കാറ്റിൽ പറക്കും. പൊളിറ്റീഷ്യനോ മറ്റേ ഈ സന്യാസിമാരെ അങ്ങനെയുള്ള? മലയാള സിനിമയിലെ ഒരാളാണ്. ഇല്ലല്ലോ. ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി എൻ്റെ അടുത്ത് കൊണ്ട് തന്നായിരുന്നു. ഞാനും എന്നിട്ട് ആളിനെ ഒന്ന് നോക്കി. ഈ ഓട്ടോബയോഗ്രഫി ഒക്കെ എഴുതാൻ, ഗോഡിന്റെ ഓട്ടോബയോഗ്രഫി എഴുതാനൊക്കെ താൻ ആളായോ എന്ന രീതിയിൽ ഒരു ഫിക്ഷണൽ അല്ല ഒരു സൈക്കോളജി ഒക്കെ ഡീൽ ചെയ്യുന്ന പുസ്തകം. പോയല്ലോ. തീരെ മനഃശാസ്ത്രം അറിയില്ല. അല്ല, മനഃശാസ്ത്ര പെൺകുട്ടികൾക്ക് മനഃശാസ്ത്രം പറഞ്ഞു കൊടുത്ത ആളാ കോളേജ് പഠിക്കുമ്പോൾ. അവസാനം ഒരു മനഃശാസ്ത്രം അറിയാവുന്ന കുട്ടി ഇപ്പൊ വീട്ടിലായി. അപ്പൊ നമ്മൾ എന്താ ഓപ്ഷൻ നമ്മൾ തീരുമാനിക്കും? സമയം താങ്കളെ കാത്തു നിൽക്കുന്നില്ല. അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ളല്ലേ? അതെ. തെറ്റിയാൽ വിഡ്രോ ചെയ്യാം. അത് 100% വിഡ്രോ ചെയ്യാൻ പറ്റും. ഉറപ്പ്. എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ എത്ര? 3 ലക്ഷം രൂപ ഇല്ല, 3 ലക്ഷം ഉണ്ട്. അതിലിപ്പോ വിഡ്രോ ചെയ്താൽ 1.5 ലക്ഷം രൂപ കിട്ടും. 1 ലക്ഷം, സോറി, 1 ലക്ഷം. കാര്യം മുമ്പ് കിട്ടിയതിന്റെ 50% കിട്ടും. അല്ലെങ്കിൽ മുമ്പ് കിട്ടിയതിന്റെ 10% കിട്ടും. ഏത് ഓപ്റ്റ് ചെയ്യാം? ആൻസർ വളരെ സിമ്പിൾ ആണ്. ഞാൻ അറിയാമെങ്കിൽ. അല്ല, ഞാൻ കിട്ടിയത് ആ ആൻസർ ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ ഈ മത്സരവേദിയിൽ നിന്ന് സാബുമോൻ, മിസ്റ്റർ സാബുമോൻ, കുട്ടിയുടെ പറഞ്ഞ പോലെ മിസ്റ്റർ സാബുമോൻ പിൻവാങ്ങുന്നു. അതെ, എന്താന്നറിയോ സാർ, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എനിക്ക് അറിയാമെങ്കിൽ അത് അപ്പൊ പറയും. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ തരികട ചവിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഈ പുസ്തകം എഴുതിയ ആരാന്ന്? ആക്ട്രസ് ലെന. ലെനയുടെ പുസ്തകമായിരുന്നു. ഇനി എല്ലാം കാണുമ്പോൾ ചീത്ത വിളിക്കത്തില്ലേ സാബു? എന്താ ചെയ്യുക? യഥാർത്ഥത്തില് ഈ പുസ്തകം കുറച്ച് ജനശ്രദ്ധ നേടാൻ ഞാനൊരു നിമിത്തമായി എന്നുള്ള സത്യമാണ്. കാരണം ഈ പുസ്തകം ഒരു 24-ൽ വന്നിട്ട് ഈ പുസ്തകം എനിക്ക് തന്നിട്ട് പോയി. ഞാനപ്പോ ഇപ്പൊ ലെന ഈ രഹസ്യമൊക്കെ പുറത്ത് പറഞ്ഞു എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കി കൈവിട്ടങ്ങ് എഴുതിയിരിക്കുക. എന്നിട്ട് അത് DC രവിയെ പരിചയപ്പെടുത്തി. DC അത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ഇത്തിരി കഴിഞ്ഞു പെൻഗിനി എന്ന് വിളിക്കുന്നു. നല്ല ലെനയാണോ? ലെന വിചാരിച്ച അടുത്ത സിനിമയിലേക്ക് വിളിക്കുകയാണെന്ന്. ഈ പുസ്തകം ഞങ്ങൾ വിതരണം ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ഇന്റർനാഷണൽ ആകുന്നു. അതിന് സന്തോഷം സഹിക്കാൻ പറ്റില്ല. കയറി കല്യാണം കഴിച്ചു. ബഹിരാകാശത്തേക്ക് പോകുന്ന പ്രശാന്ത് നായരെയാ കെട്ടാൻ പോകുന്നത്. അറിഞ്ഞല്ലോ. ഇനി പ്രേക്ഷകർക്കുള്ള സ്വർണ്ണ സമ്മാന വിതരണമാണ്. ഈ സമ്മാനം നിങ്ങൾക്ക് നൽകുന്നത് നക്ഷത്ര ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് എറണാകുളം. 5 പേർക്കാണ് ഇത്തവണ സ്വർണ്ണ സമ്മാനം നൽകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രേഷ്മ VR,
പത്തനംതിട്ടയിൽ നിന്ന് സാറാ ചാക്കോ, ഇടുക്കിയിൽ നിന്ന് രമ്യ അനീഷ്, കൊല്ലത്ത് നിന്ന് ശ്രീലാൽ കെ മോഹനൻ, ട്രിവാൻഡ്രത്ത് നിന്ന് അസിയ ബീഗം, ഒരു 5-0 അങ്ങ് ഒപ്പിടുക ഞാൻ കേട്ടോ. റെഡി? ഓക്കെ, വരൂ സാബു. വളരെ സന്തോഷമായിട്ട് ലക്ഷങ്ങൾ ഏറ്റുവാങ്ങുക. ഇതൊക്കെ ഒന്നും ഇല്ലെന്നേ, ബിഗ് ബോസിലൊക്കെ ഞാൻ എത്ര വാങ്ങിച്ചതാ. സാബു, ഇപ്പോൾ നമ്മൾ ഇനിയും കാണും, ഒരു 1.5 കാണാതായിരിക്കും അത്. തീർച്ചയായും. ഓക്കെ, അടുത്ത ലൊക്കേഷൻ കാണാം. തീർച്ചയായും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സന്ധിക്കും വരെ വണക്കം. ഓക്കെ, ഇതാണ് വഴി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അവസാനം പറഞ്ഞതുപോലെ സാബുമോന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ ഒരു ഒന്നാന്തരം ജെന്റിൽമാൻ കൂടിയാണ് സാബുമോൻ. അത് നമുക്ക് ഈ തരികിട ഇല്ലാത്തൊരു ദിവസം പറയാം. മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നമ്മൾ കാണുക അടുത്ത ദിവസം. താങ്ക് യു, ഗുഡ് ബൈ.